കണിമംഗലം ഭരിക്കുന്നത് ചന്ദ്രശേഖരൻ ഉർവശിയല്ലേ? നിനക്ക് വേണ്ടി അവരെന്തും ചെയ്യുമല്ലോ. അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്തു? ഒരാൺകുട്ടി ഇല്ലാത്ത വിഷമം മറന്നതാ അച്ഛൻ. നാളെ ഒരു ദിവസം അച്ഛന്റെ ചിതയ്ക്ക് ആര് തീ കൊളുത്തെന്ന് ചോദിച്ചാ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് നിന്നെയായിരിക്കും. എനിക്കൊരു മകനുണ്ട്, അസലൊരു ആൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞു. ആ നിനക്ക് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോണം മോനെ. ദേവനാരായണൻ തിരുമേനിക്ക് പകർന്നു തരാൻ ഒരുപാടൊന്നില്ല മോനെ. നിരത്തിവെച്ച പാത്രങ്ങളിൽ പകുതിയെ വിളമ്പാനുണ്ടാവൂ. ഇത്തിരി ചോറ് വിളമ്പിയിട്ട് ചിലപ്പോൾ അതിന്റെ തുമ്പത്ത് 4 തുള്ളി കണ്ണീരായിരിക്കും കറിയായിട്ട് വിളമ്പാനുണ്ടാവുക. നിങ്ങളൊക്കെ എന്റെ സ്വന്തമാണെന്ന് പറയാനുള്ള മനസ്സുണ്ടെനിക്ക്. അതിനെ തോൽപ്പിച്ചില്ലാതാക്കിയിട്ട് പോണോ മോനെ, പോണോ? കുടുംബത്തിന്റെ സമവാക്യങ്ങളൊക്കെ മാറി. ഇനി ഇതാ നമ്മുടെ കുടുംബം. അമ്മയും അച്ഛനും കുട്ടികളും ഇത് തന്നെ. ഇതിലേക്ക് പുറത്തുനിന്ന് ഇനി ഒരാൾ വരില്ല. പുറത്തുനിന്ന് ഒരാളും തീരുമാനം എടുക്കൂല. ഇത് നമ്മുടെ കുടുംബമാണ്. കൽപ്പന നിക്ക്. എന്താ ഗൗതം, എന്നെ ചതിച്ച് മതിയായില്ലേ? എപ്പോഴാ ചതിച്ചത്? ഞാൻ പറഞ്ഞ ആഗ്രഹം കൽപ്പന ചെയ്യാൻ തയ്യാറാവാതിരുന്നപ്പോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടണമെന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നോ അതോ നിന്റെ ആഗ്രഹമായിരുന്നോ? നീ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്ന കാലത്ത്, മറ്റെല്ലാം വിട്ട് എന്നോട് ജീവിക്കാൻ തയ്യാറായിരുന്ന കാലത്ത്, നിന്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടണമെന്ന് അന്ന് നീ വാശി പിടിച്ചു. അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? സാഹചര്യങ്ങളെല്ലാം ഓക്കെ വരുമ്പോ ഞാനത് ചെയ്യൂന്ന്. ഇപ്പോ സാഹചര്യങ്ങൾ ഓക്കെയാണ്, എന്നിട്ട് നീ എന്താ സമ്മതിക്കാതിരിക്കുന്നേ? അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അമ്മയുടെ മുമ്പിൽ അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കൈ പിടിച്ച് ഞാൻ അമ്മയോട് പറയുമായിരുന്നു, ഇത് കണിമംഗലത്തിന്റെ അവകാശിയായ കൽപ്പനയാണെന്ന്. എനിക്ക് ഈ കുടുംബത്തിലുള്ള സകല അവകാശങ്ങളും നിനക്കും ഉണ്ടെന്ന്. എനിക്കതൊന്നും വേണ്ട ഗൗതം. എന്നെ ഇനി ശല്യപ്പെടുത്താതിരുന്ന മാത്രം മതി. അത് മാത്രം എന്നെ കൊണ്ട് സാധിക്കില്ല കൽപ്പന. നിന്നെ കണ്ടാൽ ഞാൻ ശല്യപ്പെടുത്തി പോവും. അത് നീ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിന്റെ മിടുക്ക. അത് പോട്ടെ, നമ്മൾ പരസ്പരം തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. അന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് മുടങ്ങിപ്പോയ താലികെട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നടത്തണ്ടേ? വേണ്ട. വേണം. ഇവിടെ തൊട്ടടുത്തൊരു ശിവക്ഷേത്രം ഇല്ലേ? നാളെ രാവിലെ 9:30 നല്ലൊരു മുഹൂർത്തമുണ്ട്. അവിടെ പോയി നമുക്ക് താലി കെട്ടാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശബ്ദമുയർത്തരുത്. കണിമംഗലത്തിനകത്ത് ശബ്ദമുയർത്താനുള്ള നിന്റെ സ്വാതന്ത്ര്യമൊക്കെ അവസാനിച്ചു. ഇനി ഞാൻ പറയും, കൽപ്പന അനുസരിക്കും. നാളെ രാവിലെ 9:30 ആ ക്ഷേത്രത്തിൽ നീ ഉണ്ടായിരിക്കും. ഗൗതം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്നെ ഒന്ന് വിട്ടേക്ക്.
നിന്നോട് എനിക്ക് താല്പര്യമില്ലാന്ന് ഇനി ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാ അച്ഛനായാലും അമ്മയായാലും നിന്നോട് ഇവിടുന്ന് ഇറങ്ങാനായിരിക്കും പറയുക. കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയ സ്വന്തം വീട്ടിൽ പോലും നിന്നെ കേറ്റില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, നീ തന്നെ പറഞ്ഞതാ. പിന്നെ എന്തു ചെയ്യും? ഇവിടെ നിന്ന് തെണ്ടാനിറങ്ങിയവരുടെ കൂടെ കൂടോ? മനസ്സിലെ ആഗ്രഹങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞ് തെരുവിലിരുന്ന് പിച്ചെടുക്കോ കൽപ്പന? ഗൗതം പ്ലീസ്. അച്ഛനോ അമ്മയോ ഇത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ എന്റെ ആഗ്രഹം നടന്നേ പറ്റൂ. അപ്പോ നാളെ ഒന്നുകിൽ രാവിലെ എന്റെ താലികെട്ടിനായിട്ട് നിനക്ക് അമ്പലത്തിലേക്ക് വരാം, അല്ലെങ്കിൽ എന്നേക്കുമായി കണിമംഗലത്തിന്റെ പടി നിനക്കിറങ്ങാം. ഇനി നിന്റെ തീരുമാനം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ തനിക്ക്? കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ടാ ഇനി പോകുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഇടമൊന്നുമില്ല. എവിടെ ചെന്നാലും അവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി കാണാലോ, അത്രേ ആലോചിച്ചുള്ളൂ. എന്തായാലും ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ, പോയിട്ട് വന്നോളൂ. തനിച്ചാണ്. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്കൊന്നും സംഭവിക്കില്ല, പോയിട്ട് വാ. ഹലോ കൽപ്പനെ. അമ്മേ, ഞാനാ. എന്തു പറ്റി നിനക്ക്? നീ കരയുവാണോ? എനിക്കൊന്ന് സങ്കടം പറയാനും അടുത്തിരുന്ന് കരയാനും ആരുമില്ലല്ലോ. ഇപ്പൊ അവിടെ കരയാൻ എന്താ ഉണ്ടായേ? ഉർവശിയും നീയും കൂട്ടല്ലേ? കണിമംഗലം ഭരിക്കുന്നത് ചന്ദ്രശേഖരന് ഉർവശിയല്ലേ? നിനക്ക് വേണ്ടി അവരെന്തും ചെയ്യുമല്ലോ. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്തു?